ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു കിടിലൻ ചെമ്മീൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം മസാലകളൊന്നും ചേർക്കാതെ തനി നാടൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒരു 8 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കല്ലിലിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. തൊലിയോട് കൂടെ തന്നെ ചതച്ചെടുക്കണം കേട്ടോ, എന്നാലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീനിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ചെമ്മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനിൽ നിന്ന് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് നമ്മുടെ വറ്റി വന്നിട്ടുള്ള ചെമ്മീനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്ര ചെമ്മീനാണോ എടുത്തത് അതിനനുസരിച്ച് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 500 ഗ്രാം ചെമ്മീൻ എടുത്തുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തത്. അപ്പോൾ നമ്മുടെ അതിനനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ തേങ്ങാപ്പാലും ചെമ്മീനും കൂടെ നന്നായി മിക്സായി ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ തിളച്ച് വരുന്നുണ്ട്. അസാധ്യ സ്മെല്ലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ നന്നായി ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.